രേവതി കലാമന്ദിറിന്റെ ബാനറിൽ മേനക സുരേഷ് കുമാർ നിർമ്മിക്കുന്ന നീലത്താമരയുടെ ചിത്രീകരണം കുറ്റിപ്പുറത്തും സമീപ പ്രദേശങ്ങളിലുമായി പുരോഗമിക്കുകയാണ്. പ്ലേ ഹൌസ് ആണ് ഈ പുതിയ ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത്. ഞാൻ നീലത്താമരയുടെ കുഞ്ഞുമകളാണ്. അംബിക മാം പ്ലേ ചെയ്ത റോള് 30 വർഷം കഴിഞ്ഞ് അർച്ചന കവി പ്ലേ ചെയ്തു. ഇപ്പം ക്യാരക്ടറിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പാവം നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന പാവം കുട്ടിയുടെ കഥയാണ്. പിന്നെ എൻ്റെ ഡെബ്യൂ ആയിട്ട് ഞാൻ ചെയ്യുന്നത് MT സാറിൻ്റെ സ്ക്രിപ്റ്റ്, ലാൽ സാറിൻ്റെ ഡയറക്ഷൻ ആൻഡ് ഒരു one of the best projects ആണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് നമ്മുടെ ടീം. ഇത് ഭയങ്കര ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര ന്യൂ കമറിൻ്റെ ഒരു ഫീലില്ല. ഭയങ്കര ഒരു ടെൻഷനൊക്കെ ക്യാരക്ടറിനെ വെച്ച് ചെയ്യുമ്പോൾ ലാൽ സാർ എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ഒരു ഫാദർലി ഫിഗർ നമ്മളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും, ഇതാണ് സാറിന് വേണ്ടത്. നമ്മളുടെ ഉള്ളിന് മാക്സിമം ടാലൻറ്റ് എടുത്ത് നമുക്ക് പോലും മനസ്സിലായില്ല അയ്യോ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പോകുന്നത്. അങ്ങനെ ഞാൻ 5-6 ദിവസമായി എൻജോയ് ചെയ്തിട്ട് കുഞ്ഞുവാൾ കാണുന്നു. എൻ്റെ പേര് ജോയ് മത്തായി. ഞാൻ ഈ നീലത്താമര എന്ന ചിത്രത്തിൽ വടക്കുംപാട് തറവാട്ടിലെ ഒരു കാര്യസ്ഥൻ അച്യുതൻ നായരുടെ ഭാഗമാണ് ഞാൻ ചെയ്യുന്നത്. ഇതെൻ്റെ ആദ്യ ചിത്രമാണ്. ലാൽ സാറിൻ്റെയും MT സാറിൻ്റെയും കൂടെയുള്ളൊരു പടത്തിൽ ആദ്യമായിട്ട് തന്നെ അഭിനയിക്കാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പ്രണയം എന്ന വികാരത്തിന് മലയാളികൾക്കായി MT നൽകിയ വ്യാഖ്യാനമായിരുന്നു നീലത്താമര എന്ന ചിത്രം. ലാൽ ജോസിന്റെ സംവിധാന മികവിലൂടെ MTയുടെ മികച്ച തിരക്കഥയിലൂടെ പുതിയ നീലത്താമരയും ഒരു വിജയ ചിത്രമാകട്ടെ എന്ന് ടേക്ക് 1 ആശംസിക്കുന്നു.